ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 29-ാം അധ്യായം 22-ാം തിരുവചനം. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യൻ്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. നമുക്ക് സഹനങ്ങളും വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഓടാതെ, നമുക്ക് സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോൾ അത് നമ്മളിൽ തന്നെ ഒതുക്കി, കർത്താവേ, അങ്ങ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല, ഇതിൽ നിന്നും അങ്ങ് എന്നെ കരകയറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിന് പകരം തൻ്റെ ഇല്ലായ്മകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ ഭവനത്തിലേക്ക് കടന്നു കയറുമ്പോൾ അവിടെ നിന്നും സുഭിക്ഷമായി പലതും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്വന്തം ഭവനത്തിലെ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് തന്നെയാണെന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പ്രഭാഷകനിലൂടെ ദൈവം വളരെ വ്യക്തമായിട്ട് മുൻപ് പറയുന്നുണ്ട്, ദരിദ്രനെ ധനികനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതിയെന്ന്. ആത്മാവിലെ ദാരിദ്ര്യമാണേലും ഭൗതിക ദാരിദ്ര്യമാണേലും അവനെ ധനികനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. നമ്മൾ കണ്ടതാണ്, 5 അപ്പത്തെ ദൈവം ഒരു നിമിഷം കൊണ്ട് 5000 പേരെ പോറ്റുന്നതാക്കി മാറ്റുന്നു. ആ കർത്താവാണ് പറയുന്നത്, നിന്റെ ഏത് അവസ്ഥയിലാണേലും നീ നിന്റെ ഭവനത്തിൽ കഴിയുന്നതാണ് അന്യൻ്റെ ഭവനത്തിൽ പോയി സുഭിക്ഷമായി അവൻ അടിമവേല ചെയ്ത് സുഭിക്ഷമായി കഴിയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന്. നമുക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കാം. നമ്മുടെ അവസ്ഥകൾ അറിയുന്ന തമ്പുരാൻ നമ്മുടെ അവസ്ഥകൾ മാറ്റി നിങ്ങൾക്ക് സമൃദ്ധി തരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആ കർത്താവിനോടൊപ്പം നിങ്ങളുടെ ഭവനത്തിൽ തന്നെ കഴിയുക. നിങ്ങളുടെ അവസ്ഥയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ദിവസം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും സമൃദ്ധമായിട്ട് ദൈവം ഇന്നു മുതൽ അവൻ്റെ സമ്പത്ത് തരുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.